നമസ്കാരം. നാളെ മലയാള മാസം ചിങ്ങം 1 പുതിയൊരു വർഷം ആരംഭിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയും അത് നിങ്ങൾക്ക് ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ ആ വർഷം മുഴുവൻ പ്രദാനം ചെയ്യും, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് പറയുക. അതിനാൽ ചില കാര്യങ്ങൾ നാളത്തെ ദിവസം തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചും മറ്റ് വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത് തെറ്റുകളെക്കുറിച്ചാണ്. നാളെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. അതിൽ ആദ്യത്തേത്, നാളത്തെ ദിവസം അതിരാവിലെ തന്നെ പ്രത്യേകിച്ചും ഉണരുവാൻ നിങ്ങൾ ശ്രമിക്കണം. ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് നിങ്ങൾ ഉണരേണ്ടത്. നാളെ വൈകി ഉണരുന്നത് ശുഭകരമല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. സാധിക്കുമെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. നാളെ ഒരിക്കലും കുളിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. രാവിലെ 8 മണിക്ക് മുൻപായി തന്നെ കുളിക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ശേഷമുള്ള സ്നാനം രാക്ഷസ സ്നാനമായാണ് കണക്കാക്കുക. അതിനാൽ അതിനു മുൻപ് തന്നെ കുളിച്ച് വിളക്ക് തെളിയിച്ച് ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, നാളെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശുഭവസ്ത്രങ്ങളാണ് നിങ്ങൾ ധരിക്കേണ്ടത്. മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ ശുഭവസ്ത്രം അണിഞ്ഞ് നാളെ മന്ത്രങ്ങൾ ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുക. കീറിയതായ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം. നാളത്തെ ദിവസം കടം വാങ്ങുന്നത് അത് നിങ്ങൾക്ക് ശുഭകരമാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ആ വർഷം മുഴുവൻ സാമ്പത്തിക പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ പല വിധത്തിലും കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനും കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ്. അതിനാൽ ആ കാര്യവും തീർച്ചയായും ഒഴിവാക്കണം. നാളെ വീടുകളിൽ കുഴി കുഴിക്കുകയോ ചെടി മുറിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഉത്തമം. അതിനാൽ നാളത്തെ ദിവസം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളത്തെ ദിവസം ഒരിക്കലും മുടി മുറിക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. നഖം വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായ ഒരു ദിവസം തന്നെയാക്കുന്നു. ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾ കൊണ്ടും ദേഷ്യം വന്ന് ചേരാവുന്നതാണ്. ദേഷ്യം ഒരിക്കലും നാളത്തെ ദിവസം പാടില്ല എന്നുള്ളതാണ്. ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ തീർച്ചയായും ദേഷ്യം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അനാവശ്യമായ സംസാരങ്ങൾ, അതുമൂലമുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള വിഷമകരമായ സാഹചര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നാളെ മുതിർന്നവരെ ഒരിക്കലും അപമാനിക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടുള്ളതല്ല. എന്നും അത് നിലനിർത്തേണ്ടതും അനിവാര്യമാണ്. നാളത്തെ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് അത് ആ വർഷം തന്നെ നിങ്ങൾക്ക് പ്രതികൂലമാകുന്നതിനോ അല്ലെങ്കിൽ അശുഭകരമായ കാര്യങ്ങൾക്കോ കാരണമായി തീരാം. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും മനസ്സ് വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യവും പൂർണ്ണമായും ഒഴിവാക്കണം. കൂടാതെ നാളെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ ചിലവുകൾ നാളത്തെ ദിവസം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ദൂരയാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ അത് ഒരു ദിവസം കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല എങ്കിൽ നാളത്തെ ദിവസത്തെ യാത്ര നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നാളത്തെ ദിവസം തന്നെ പോകണം എങ്കിൽ നിങ്ങൾക്കാകാം. അതല്ല എങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഉത്തമം.
നാളത്തെ ദിവസം ഇഷ്ടദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അത് ആ വർഷം മുഴുവൻ ഐശ്വര്യവർദ്ധനവിന് സഹായകരമായി തീരും എന്നുള്ളതാണ്. നാളെ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള മറ്റ് ക്ഷേത്രത്തിലോ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് തീർച്ചയായും ഭാഗ്യസൂക്തവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യമാണ്. തലേ ദിവസം തന്നെ വിളിച്ച് ഷീട്ടാക്കേണ്ടതുമാണ്. അതിനാൽ ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും വൈകി എണീക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് തുളസിത്തറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തുളസിത്തറ വളരെ വൃത്തിയോടെ തന്നെ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. തുളസിത്തറയിൽ മറ്റ് ചെടികൾ പിടിച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പ്രധാന വാതിലിനും വളരെയധികം പ്രാധാന്യം നൽകണം. പൊടി പിടിച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായും തുടച്ച് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. പച്ചക്കർപ്പൂരം കൊണ്ട് ആ ജലം കൊണ്ട് പ്രധാന വാതിൽ തുടയ്ക്കുന്നതും ശേഷം ഓം ചിഹ്നം അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാക്കുന്നു. അതിനാൽ തീർച്ചയായും ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. പൊടി പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പൂജാമുറിയും തീർച്ചയായും ശുദ്ധിയാക്കേണ്ടതായിട്ടുണ്ട്. പൂജാമുറിയിലെ ചിത്രങ്ങൾ ഒരിക്കലും പൊടി പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പൂജാമുറിയിലെ ചിത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവ മാറ്റി സ്ഥാപിക്കേണ്ടതും അനിവാര്യമാണ്. മറ്റൊരു കാര്യം, വീടിൻ്റെ ഉൾഭാഗം എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. കൂടാതെ വീടുകളിൽ ഉപ്പ് പോലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ഗ്ലാസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവ മാറ്റി സ്ഥാപിക്കുന്നതും നാരങ്ങ മാറ്റി സ്ഥാപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. വെള്ളത്തിലിട്ട് വെച്ച നാരങ്ങ മാറ്റി വയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മാറ്റി സ്ഥാപിക്കണം. കൂടാതെ വീടുകളിൽ അലക്കാത്തതായ തുണികൾ കൂട്ടിയിട്ടിട്ടുണ്ട്, അതായത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് എങ്കിൽ അവ തീർച്ചയായും അലക്കേണ്ടതും അനിവാര്യമാണ്. ഒരിക്കലും അത് കൂട്ടിയിടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകണം. അടുക്കളയിൽ കേടുപാടുകൾ സംഭവിച്ചതായ പാത്രങ്ങളുണ്ട് എങ്കിൽ അവ തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. കൂടാതെ പഴകിയ വസ്തുക്കൾ, അത് ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളാണ് എങ്കിൽ വസ്തുക്കളാണ് എങ്കിൽ അവ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഒരിക്കലും അരി അല്ലെങ്കിൽ അത്തരത്തിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്നതായ ആ വസ്തുക്കൾ ഒരിക്കലും പകുതിയിൽ താഴാൻ പാടില്ല എന്നാണ് പറയുക. അത്തരത്തിൽ താഴ്ന്നിട്ടുണ്ട് എങ്കിൽ അവ വാങ്ങി നിറച്ച് വയ്ക്കുന്നതും ശുഭകരമാകുന്നു. മഹാലക്ഷ്മി കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതായത് ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും വഴിപാടുകൾ നടത്താനായി നിങ്ങൾക്ക് ബാക്കിയുണ്ട് എങ്കിൽ, അഥവാ നടത്താം എന്ന് തീരുമാനിച്ചിട്ട് നടത്താത്തതായുണ്ട് എങ്കിൽ നാളത്തെ ദിവസം അത് നടത്തുന്നതും ശുഭകരമാണ്. നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ നടത്താൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് നാളെ. അതിനാൽ തീർച്ചയായും മറന്നു പോയതോ അല്ലെങ്കിൽ പിന്നീട് നടത്താം എന്ന രീതിയിൽ മാറ്റി വച്ചിട്ടുള്ളതായ വഴിപാടുകൾ നാളത്തെ ദിവസം തന്നെ നടത്തുവാൻ ശ്രദ്ധിക്കുക.